ഇതൊന്ന് കത്തിച്ച മാഷേ. വിഘ്നേശ്വര, ഇതോടുകൂടി എന്റെ എല്ലാ തടസ്സവും മാറ്റിത്തരണേ. ഇപ്രാവശ്യമെങ്കിലും എനിക്ക് ഈ ജോലി കിട്ടണേ. ഇതെന്തോടാ അമ്പലോ? ഇതിനു മുമ്പിലാണ് തേങ്ങ അടിക്കുന്നത്. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നത്? സാർ പുറകെ എന്ന് വിളിച്ചു. പിന്നെ പൈസ തരാതെ പോയാലും എങ്ങനാ? തനി വന്നേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നേ. അച്ഛൻ ജോലിയിൽ നിന്ന് മരിച്ചുകൊണ്ട് പകരം എനിക്ക് കിട്ടേണ്ട ജോലിയാ. 1982 ഇവിടെ ഉണ്ടായ തീപിടുത്തത്തിൽപ്പെട്ട എന്റെ അച്ഛൻ മരിച്ചത്. താൻ്റെ അവിടെ ചെന്ന് പറ. അവിടെയാ? ഓ, ബാലകൃഷ്ണൻ? ഞാനല്ല, ഞാൻ രാമകൃഷ്ണ. അയ്യോ, ഞാനാ ബാലകൃഷ്ണൻ. ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നേ. അച്ഛൻ ജോലിയിൽ നിന്ന് മരിച്ചത്. അതൊന്നും ഇവിടെ അല്ല. ദാ അവിടെ ചെന്ന് പറ. എന്താ? ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നേ. അച്ഛൻ ജോലിയിൽ നിന്ന് മരിച്ചുകൊണ്ട് പകരം എനിക്ക് കിട്ടേണ്ട ജോലിയാ. അതൊന്നും ഇവിടെ അല്ല, അവിടെ പറ. അയ്യോ, ആദ്യം അവിടെ പറഞ്ഞേ, അപ്പോ ഇവിടെ പറയാൻ പറഞ്ഞു. ഞാനിവിടെ പുതിയ ആളാ, അവിടെ ചെന്ന് പറ. അതെ, എനിക്കറിയാൻ പാടില്ല ചോദിക്കുക. നിങ്ങളൊക്കെ ആളെ കളിയാക്കാതിരിക്കുക. താൻ ഇതുവരെ പോയില്ലേ? ഇല്ല, ജോലിയും കൊണ്ടേ പോകുന്നുള്ളൂ. ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ആരാണ് ഇയാള്? ഏതാണെന്നും ആരാണെന്നും വഴി അറിഞ്ഞോളും. ഇപ്രാവശ്യം എനിക്ക് ജോലി തന്നില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നിങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കും. സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിന് അതിരില്ലേ? കഴിഞ്ഞ 6 കൊല്ലമായി ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ഈ കമ്പനിയുടെ പടി കയറി ഇറങ്ങി നടക്കുന്നു. ഇതുവരെ ഒരു വിവരം എന്നെയോ എന്റെ വീട്ടുകാരെ അറിയിച്ചിട്ടില്ല. മര്യാദയിലൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. അറിയോ, 1982 മുതൽ ഈ കമ്പനിയിൽ ക്ലെയിം ഉള്ളവരാണ് ഞാൻ. എന്റെ ക്ലെയിം നിലനിൽക്കെ ഇവിടെ പല അപ്പോയിന്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ട്. ആ അപ്പോയിന്റ്മെന്റുകൾക്ക് ഞാൻ സ്റ്റേ മേടിക്കും. റൂളും നിയമവും ചട്ടവും ഒക്കെ എനിക്കും അറിയാം. എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും. തന്റെ ആർക്കാ അവിടെ ജോലി ഉണ്ടായിരുന്നത്? അച്ഛന്. എന്താ പേര്? ബാലകൃഷ്ണൻ. മരിച്ചത്? ബാലകൃഷ്ണൻ ഞാനാ. മരിച്ചത് എന്റെ അച്ഛൻ പീതാംബരൻ. 1982 ഡിസംബർ 3-ാം തീയതി. തന്റെ അച്ഛനോടൊപ്പം മരിച്ച ഒരു ശിവശങ്കര പണിക്കരുണ്ട്. അയാളുടെ അവകാശികളും ഇത്തവണത്തെ വേക്കൻസി ആവശ്യപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് പ്രിഫറൻസ് അവർക്ക്. അയ്യോ, അതെങ്ങനാ? അയാളെക്കാൾ മുമ്പ് മരിച്ചത് എന്റെ അച്ഛനാ. രണ്ടു ഒരു ദിവസം തന്നെ അല്ലേണോ? അല്ല സാർ, എന്റെ ഈ സർട്ടിഫിക്കറ്റുകളുണ്ട്, നോക്ക്. ദേ, രണ്ടുപേരും ഡെത്ത് സർട്ടിഫിക്കറ്റുകളാ. അയാളേക്കാൾ അരമണിക്കൂർ മുമ്പ് എന്റെ അച്ഛന് പറഞ്ഞു. അതുകൊണ്ട് സീനിയോറിറ്റി അച്ഛനാ. മരണത്തിലുണ്ടോടോ സീനിയോറിറ്റി? കഴിഞ്ഞ തവണ വേക്കൻസി വന്നപ്പോ ഇതേ പ്രശ്നം ഉണ്ടായതാ. അന്ന് എന്റെ അച്ഛൻ മരിക്കാൻ വെറും 10 മിനിറ്റ് താമസിച്ചു പോയെന്നും പറഞ്ഞ എനിക്ക് ആ ജോലി കിട്ടാതെ പോയത്. അതൊക്കെ ശരിയാ. ഇനി ഇതൊക്കെ ഒന്ന് എഴുതി കുത്തി വരാൻ കുറച്ച് കാലതാമസം പിടിക്കും. അതുകൊണ്ട് ഇത്തവണയും കൂടെ താനൊന്ന് ക്ഷമിച്ചേ ഒക്കൂ. അയ്യോ സാറേ, ചതിക്കല്ലേ. സാറിന് എന്നെ എന്റെ കുടുംബത്തെ പറ്റി ശരിക്കറിയാമേതുകൊണ്ട് സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇത്തവണ എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അത്രയ്ക്ക് പ്രശ്നങ്ങളൊന്നും എനിക്ക് നാട്ടില്. ഉള്ളത് പറഞ്ഞ ഇപ്പൊ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നോണ്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ദേ, ഇതൊക്കെ കണ്ടോ? സത്യത്തിൽ ഞാൻ ഒളിച്ചു പോരുകയായിരുന്നു. ഇത്തവണ സാറിനെ കൈവിട്ട ഞാൻ ഇവിടെ എവിടെയെങ്കിലും കെട്ടി തൂങ്ങിച്ചാവും. ഇനിയിപ്പോ ഇതിനു വേണ്ടി താൻ ചാകുമൊന്നും വേണ്ട. ഞാൻ ഈ രേഖകളെല്ലാം കൂടെ വെച്ച് ഹെഡ് ഓഫീസിലേക്ക് ഒന്ന് എഴുതാം. മതി. പിന്നെ തന്റെ ഭാഗ്യം. മതി സാർ. സാറിനെ വിശ്വസിച്ചാ ഞാനിപ്പോ ജീവിക്കുന്നത്. സോറി. റൈറ്റ്. പോക്കറ്റടി സൂക്ഷിക്കുക. അയ്യോ, എന്റെ
ഹലോ ഹലോ, മാനാർമത്തായി സ്പീക്കിംഗ്. ഉർമി സ്തംഭാനില്ലേ? ഉർമി സ്തംഭാൻ. ഉറുമി സ്തംഭാനോ? ഏത് ഉറുമി സ്തംഭാൻ? ഇത് ഉറുമി സ്തംഭാന്റെ വീടല്ല. ഉർമി സ്തംഭാൻ വീട്ടിലില്ലേ? എവിടെ പോയി? ഓ, ഇത് വലിയ ശല്യായില്ലോ മാതാവേ. എന്താ? ഒന്നുമില്ല, ഞാനിത് മാതാവിനോട് പറഞ്ഞതാ. ആഹാ, ഇത് നാടക ബുക്കിംഗ് ഓഫീസാ. ആരാ സംസാരിക്കുന്നേ? ബുക്കിംഗ് ഏജന്റ് മാന്നാർ മത്തായി. ഉറുമി സ്തംഭാൻ എന്ന് പറയുന്ന ഒരുത്തൻ ഇവിടെ ഇല്ല. ഹലോ, ഓ, ഇന്റെ ഓ. ഓ, ഇത്. ഹലോ, ഹലോ, ഉർമി സ്തംഭാൻ ഉണ്ടോ? ഉറുമി സ്തംഭാനോ? ആ, കുറച്ചു നേരത്തെ ചത്തുപോയല്ലോ. എപ്പോ? ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവും. എന്തേ, വലുതും പറയാനുണ്ടാ? പിന്നെ നമ്പർ നോക്കിയിട്ടാ പന്നി. എന്താണാവോ? മാന്നാർമത്തായി അല്ലേ? അല്ല, ഉറുമി സ്തംഭാൻ. എന്താ സംശയം ഉണ്ടാ? എന്തേ? മത്തായിച്ചിട്ട് ഉണ്ടോന്ന് അറിയാൻ വന്നതാ. ഇല്ല, ഉണ്ടില്ല. ഉണ്ണാൻ പോണേ ഉള്ളൂ. ഉണ്ണണാ? എനിക്ക് മത്തായിച്ചിട്ടിനെ ഒന്ന് കാണണമായിരുന്നു. താൻ കാര്യം പറയടോ. താമസിക്കേണ്ട ഒരു മുറി കിട്ടുമെന്ന് അറിയാൻ വന്നതാ. അയ്യോ, വാ ഇരിക്കി. പറയണ്ടേ? ദാ. ഇക്കൊല്ലം ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളത് താമസിക്കാൻ ഒരു മുറിക്കുക. ഇന്ന് നേരം എടുത്തിട്ട് 3ാമത്തെ ആളാ താൻ. നമ്മുടെ സ്ഥലം എവിടെയാ? ചെറുപ്പുളശ്ശേരി. ആ സ്ഥലം എനിക്ക് നല്ല ഇഷ്ടാട്ടാ. ആ, എന്നത്തേക്കാ? കുറച്ചു ദിവസം വേണം. കുറച്ച് ദിവസം. അതിന്റെ സ്ഥിരം വേരിയ അപ്പോഴും ഉണ്ടാവില്ല. ഞാൻ വേണേ കാഴ്ചകളവ് തരാം. ഏ, ഉഗ്രൻ സാധനാണ്. കാഴ്ചബംഗ്ലാവോ? ക്ലീൻ സാധനം. അയ്യോ ചേട്ടാ, ഈ കാഴ്ചബംഗ്ലാവിലൊക്കെ എങ്ങനെ കിടക്കുക? ദേ, ഇവിടെ എവിടെയെങ്കിലും ഒരു ചെറിയ മുറി കിട്ടിയാലും മതി. ഈ പെട്ടിയൊക്കെ ഒന്ന് വെക്കണം, രാത്രി ഒന്ന് ഉറങ്ങണം. ഉറങ്ങാനാ? ആർക്കുറങ്ങാൻ? എനിക്ക്. ആ, അപ്പൊ നീ നാടകം ബുക്ക് ചെയ്യാൻ വന്നതല്ല? അല്ല. ആ, എവിടെ സ്ഥലം എന്ന് പറഞ്ഞേ? ചെറുപ്പുളശ്ശേരി. ചെർപ്പളശ്ശേരി. ആ. ആ സ്ഥലത്തിന്റെ പേര് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു വല്ല കുഴപ്പമുണ്ടാവുന്നു. ചെർപ്പളശ്ശേരിക്കാരെ എനിക്ക് ഏ, എനിക്കിരാ മത്തായി ചേട്ടാ, എനിക്ക് മത്തായി ചേട്ടാ. എന്താ നീ കരുതിയേ? ഇത് ലോഡ്ജാണെന്ന് വിചാരിച്ചോ? ഉർവശി തീറ്റേഴ്സ് പൊളിഞ്ഞെന്നും പാളീസായെന്നും ഇവിടെ കുറെ തെണ്ടികൾ പറഞ്ഞു നോക്കുന്നുണ്ട്. ഇത് ലോഡ്ജാക്കേണ്ട ഗതികേടൊന്നും മത്തായിക്ക് വന്നിട്ടില്ല. നീ സ്ഥലം കാലിയാക്ക്. മത്തായി ചേട്ടാ, കുരീച്ചൻ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. കുരിയച്ചനോ? അതേതാടാ കുരിച്ച്? ആ ഹോട്ടലെടുത്തുന്ന കുരീച്ചൻ. പണ്ടേ അവൻ എന്നെ കണ്ടൂടാ. അവൻ എന്നെ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടാവൂല്ലേ? ആ പറഞ്ഞു. എന്താ പറഞ്ഞേ? മത്തായി ചേട്ടൻ നല്ലൊരു മനുഷ്യനാണെന്ന്. വിഷമം പറഞ്ഞാ മതി, മത്തായി ചേട്ടന്റെ മനസ്സലിയൊന്നും പറഞ്ഞു. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. എന്താ നിന്റെ വിഷമം? എന്റെ പേര് ബാലകൃഷ്ണൻ. അതാ നിന്റെ വിഷമം? അല്ല, പിന്നെ? ഞാൻ ഒരു ജോലിക്ക് വേണ്ടി വന്നതാ. ജോലി കിട്ടുന്നവരെ ലോഡ്ജിൽ തങ്ങാനും ഹോട്ടലിൽ നിന്ന് കഴിക്കാനും ഒന്നും എന്റെ ഈ പണം തികയില്ല. 2 ദിവസം കുരീച്ചന്റെ കൂടെ ആയിരുന്നു. ഇപ്പോ ഇവിടെ താമസിക്കാൻ ഇടം തന്നാൽ വലിയ ഉപകാരമായിരിക്കും. ഇതാ ഒരു കുഴപ്പം. ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല. ഒരു സമാധാനം കിട്ടില്ല. ഞാനായിട്ട് മത്തായി ചേട്ടന് ഒരു സമാധാനക്കേടും ഉണ്ടാക്കില്ല, സത്യം. മുറി ഞാൻ തരാം. പക്ഷെ എനിക്ക് വാടക തരണം. മാസം 30 രൂപ തരാം. വാടക എനിക്ക് ആവശ്യമായിട്ടില്ല. ഇല്ലെങ്കിൽ ഈ വീട് നിന്റെ സ്വന്തമാണെന്ന് നിനക്ക് തോന്നും അല്ലേ? പറ്റരുത്. എന്താ ഞാൻ എടുക്കണ? വേണം, ഞാൻ എടുത്തോളാം. വാ. പണ്ട് മിശിഹായ കുരിശി തറച്ചപ്പോ കുരിശി മിശിഹായോട് കംപ്ലൈന്റ് പറഞ്ഞു. ഞാൻ എന്ത് തെറ്റ് കേട്ട കർത്താവെ എന്റെ മേലിങ്ങനെ ആണിയടിച്ചു കയറ്റണേ. അതുപോലെ നീ ഇപ്പൊ എനിക്കൊരു കുരിശ. എന്നെ കൊണ്ട് അധികം കാലം ഇത് ചുമപ്പിക്കരുത്. ഇല്ല. ഇതാണ് നിന്റെ മുറി. അയ്യോ, ഇതൊക്കെ എന്താ? ഒക്കെ എന്റെ നാടകത്തിന്റെ സാധനങ്ങളാ. ഒന്നും നശിപ്പിക്കരുത്. അടുത്ത വർഷമെങ്കിലും തട്ടേ കയറേണ്ടതാ. ദേ, ഇതൊക്കെ ഒരു ഭാഗത്തേക്ക് ഒതുക്കി വെച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും സുഖമായിട്ട് കിടന്നു. ഇതിനകത്ത് വല്ല പാമ്പും ഉണ്ടാവോ? അതെ, നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം. ഒന്നും ഉണ്ടായിട്ടല്ല.